എല്ലാവർക്കും മലപ്പുറം കിച്ചൻ്റെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ബീഫ് ഡ്രാഗണിൻ്റെ അടിപൊളി റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്. നമുക്ക് റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ആദ്യമായിട്ട് തന്നെ പറയട്ടെ, ഇതുവരേക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടെ ആ ബെല്ലൈക്കണും ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ബീഫ് ഇതുപോലുള്ള നീളത്തിലുള്ള പീസസ് ആയിട്ടാണ് കട്ട് ചെയ്യേണ്ടത് നമ്മൾ ഡ്രാഗൺ ബീഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തുള്ള പീസസ് മാത്രം എടുക്കുക. എല്ല് നെയ്യ് പോലത്തുള്ള പീസസ് നമുക്ക് ഈ ഡ്രാഗൺ ബീഫ് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇതുപോലുള്ള കഷ്ണങ്ങൾ മാത്രം എടുക്കുക, ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്യുക. അതിന് ശേഷം നമുക്കിത് നല്ലപോലെ കഴുകിയിട്ട് ഡ്രെയിൻ ചെയ്ത് വെച്ചതാണ്. അതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുക. ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്കിത് ഒരു കുക്കറിലേക്ക് മാറ്റണം. കുക്കറിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ വേവണം ഈ ഒരു ബീഫാവുമ്പോൾ. ഇനി നിങ്ങൾക്ക് കിട്ടുന്ന ബീഫ് ഇതിലേറെ മൂത്തതാണെങ്കിൽ കുറച്ചും കൂടി ടൈം വെക്കേണ്ടി വരും. എന്തായാലും അത്യാവശ്യം നന്നായിട്ട് വേവണം. കാരണം ബീഫ് വെന്തെങ്കിലേ നമ്മുടെ ഡ്രാഗൺ ബീഫ് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഞാൻ കുക്കറിൽ പ്രഷറൊക്കെ പോയതിന് ശേഷം ഞാൻ എടുത്തിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചതിന് ശേഷം ഈ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു ബൗളിൽ ഞാൻ 2 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. നമുക്ക് ആ ബീഫിൻ്റെ മേലെ ഒന്ന് കോട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 2 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. ഇനി അതേ അളവ് മൈദ എത്ര അളവിന് എടുക്കുന്ന അതേ അളവിൽ തന്നെ കോൺഫ്ലോർ എടുക്കുക. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് രണ്ടും കൂടി മിക്സാക്കുക. മൈദയും കോൺഫ്ലവറും എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഈ ഒരു കോട്ടിങ്ങിലേക്ക് ഈ ഒരു മാവിലേക്ക് വേണ്ട ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് കൂടി പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ബീഫ് വേവിച്ചപ്പോൾ ഉപ്പിട്ടതാണ്. അപ്പോൾ ബീഫിലേക്കുള്ള ആവശ്യമുള്ള ഉപ്പ് ബീഫിലുണ്ട്. അപ്പോൾ ഈ മസാലയിലേക്ക് വേണ്ട ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് വറ്റൽമുളക് അരച്ചതാണ്. ഇത് ഞാൻ കാശ്മീരി മുളകാണ് എടുത്തിട്ടുള്ളത്. കാരണം ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടും എരിവ് കുറച്ച് കുറയാൻ വേണ്ടിയിട്ടുമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ മുളക് അരച്ചെടുക്കാം. അരക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ, അതിൻ്റെ തൊലി നല്ലപോലെ അരയും വേണം, കുരുവല്ലാതെ അരയുകയും ചെയ്യരുത്. അപ്പോൾ നമ്മുടെ ഡ്രാഗൺ ബീഫ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും റെഡ് ചില്ലി പേസ്റ്റ് ഞാൻ 2 ടീസ്പൂണും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ പേസ്റ്റായിട്ട് ഒന്ന് കലക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ ഫുഡ് കളർ കുറച്ച് ആഡ് ചെയ്യാം, കുറച്ച് റെഡ് കളർ കിട്ടും. ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാശ്മീരി മുളക് പൊടി 1/4 ടീസ്പൂണാണ് കൊടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കളർ ചേർക്കാം, നല്ലൊരു ഭംഗി കിട്ടും. വേണമെങ്കിൽ അല്ലെങ്കിൽ ഒഴിവാക്കാം. ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല, കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ബീഫിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഈ ഒരു മാവ് എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉടൻ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു വിഭവമാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള വിഭവമാണ്. ഇനി നമുക്ക് പാൻ വെച്ചിട്ട് ഞാൻ ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്, കാരണം നമുക്കിതിൽ സോസുകളൊക്കെ ആഡ് ചെയ്യുന്നത് കൊണ്ട് വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ഇതിലേക്കൊരു ശരിയാവില്ല. അതുകൊണ്ട് സൺഫ്ലവർ ഓയിൽ തന്നെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കോൺ ഓയിലും യൂസ് ചെയ്യാം. ഇനി നമുക്കിത് എല്ലാ പീസസും ഇതുപോലെ നിരത്തിയിട്ടതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അത്യാവശ്യം നല്ലൊരു ക്രിസ്പി ആവുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടിരിക്കും. നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു ബീഫിനെ ഇങ്ങനെ ചെയ്യുമ്പോൾ, നല്ലൊരു സ്മെല്ലും ആയിരിക്കും. അപ്പോൾ ഇത് നല്ലപോലെ ഫ്രൈ അത്യാവശ്യം നന്നായി ഫ്രൈ ആയതിനു ശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇത് അത്യാവശ്യം ആയിട്ടുണ്ട്. നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. പെട്ടെന്ന് തന്നെ ആവും. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ഒപ്പം തന്നെ നിൽക്കണം, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ലോ ഫ്ലെയിമിൽ വെക്കരുത്, അപ്പോൾ എണ്ണ അധികമായിട്ട് കുടിക്കും ബീഫ്. ഇനിയിപ്പോൾ ആ എണ്ണയൊക്കെ മാറ്റി ആ പാനിൽ നിന്ന് ആ എണ്ണ തന്നെ കുറച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. അതിലേക്ക് ഒരു 4-5 വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം അതൊന്ന് വയന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് 1 സവാള ചതുര കഷ്ണമായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. സവാള ഒന്ന് വാടി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക്
ക്യാപ്സിക്കം, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും ചതുര കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ഒന്ന് വാടി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫ് ഇട്ടതിന് ശേഷം ഒന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, എല്ലാ ഭാഗത്തേക്കും എല്ലാം എത്തുന്ന രീതിയിൽ. അതിന് ശേഷം 1/2 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം. പിന്നെ വേണ്ടത് നമുക്കിതിലേക്ക് ടൊമാറ്റോ സോസാണ്. ടൊമാറ്റോ സോസ് 1 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കണം. ഇനി നിങ്ങളുടെ കയ്യിൽ സ്പ്രിംഗ് ഒനിയൻ ഉണ്ടെങ്കിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ നല്ലൊരു ടേസ്റ്റ് കിട്ടും. എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാത്തത്. ഈ സമയത്ത് സ്പ്രിംഗ് ഒനിയനും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിന് ശേഷം 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക. നമ്മുടെ ഡ്രാഗൺ ബീഫ് റെഡി ആയിട്ടുണ്ട്. ബീഫ് ഡ്രാഗൺ സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ തരിക. നല്ല ഒരു റെസിപ്പി ആയിരിക്കും. ഡിന്നറിനൊക്കെ നല്ലൊരു പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ സെർവ് ചെയ്യാൻ പറ്റിയൊരു വിഭവമാണിത്. എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. നമ്മുടെ ഡിന്നറിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ പറ്റിയ നല്ലൊരു വിഭവം തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് ഈ വിഭവം ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുക. ഇനി ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി.